പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു മാരുതി 800 2003 മാരുതി 800 കേട്ടോ. അപ്പോൾ ഈ മാരുതി 800ൽ ഏറ്റവും പെട്ടെന്ന് പാച്ച് ആവുന്ന ഭാഗമുണ്ട്. അതായത് നമ്മുടെ ഫ്രണ്ടിലെ ഈ ഭാഗം, ഫ്രണ്ട് കണ്ടോ, ഈ ഭാഗത്ത് കണ്ടോ പാച്ച് കണ്ടോ. ഇതിപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്താണ്, പാച്ചായിട്ട് കട്ട് ചെയ്തെടുത്താണ് കണ്ടോ. ഈ ഭാഗത്താണ് ഫ്രണ്ട് നമ്മുടെ സ്റ്റയറിങ്ങിൻ്റെ കോളം വരുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ അടിയിലായിട്ടാണ് ഈ പാച്ച് വരുന്നത്. അതായത് ഫ്രണ്ടിൽ നിന്ന് നമ്മളെ വീലിൻ്റെ ഈ ഭാഗം കണ്ടോ, ഈ ഭാഗത്തായിട്ടാണ് പെട്ടെന്ന് പാച്ച് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ റെക്സിന് ഒട്ടിച്ച മാറ്റാണെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ പാച്ച് കാണാൻ പറ്റില്ല. അപ്പോൾ അത് വലിച്ചിട്ടിട്ട് നോക്കണം ശരിക്ക്, അല്ലെങ്കിൽ നമ്മൾ അടിയിൽ കൂടി നോക്കണം. അടിയിൽ വണ്ടീൻ്റെ അടിഭാഗത്ത് നോക്കിയാലും നമുക്ക് ഈ റെസ്റ്റ് പിടിച്ചേ കാണുള്ളൂ, പാച്ചുള്ളത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ ഇത്രയും ഭാഗം പാച്ചാണ്. അപ്പോൾ ഈ ഫ്രണ്ട് ഭാഗം കേട്ടോ, ഈ ഭാഗത്താണ് പാച്ച് വരിക. ഈ വീല് കഴിഞ്ഞിട്ടുള്ള ഈ ഭാഗം ഉണ്ടല്ലോ, ഇതുണ്ടോ, ഈ ഭാഗത്താണ് അധികം പാച്ച് വരാറ് കേട്ടോ. കണ്ടോ, ഈ ഭാഗം കണ്ടോ, ഇത്രയും പാച്ചാണ്. നമ്മൾ ഈ ക്രോസിൻ്റെ ഭാഗം കണ്ടോ, ഈ ക്രോസ് ബോൾട്ട് വരുന്ന ഭാഗമാണിത്. ഇതിലൊക്കെ പാച്ചാണ്. അപ്പോൾ നമ്മൾ എൻജിൻ ഇറക്കാതെയാണ് ഇത് ചെയ്യണം കേട്ടോ. എൻജിൻ ഇറക്കിയിട്ട് വേണം, ഈ ക്രോസൊക്കെ ഇറക്കിയിട്ട് വേണം ചെയ്യണമെങ്കിൽ. അപ്പോൾ എൻജിൻ ഇറക്കാതെ ഇവിടെ കട്ട് ചെയ്തിട്ട് നമുക്ക് ക്രോസിലൊക്കെ പീസ് ഇട്ട്, ക്രോസിൻ്റെ ഈ സൈഡിൽ ബോൾട്ട് വരുന്ന ഭാഗത്തൊക്കെ പീസ് വെച്ചിട്ട് വെൽഡ് ചെയ്യണം. അപ്പോൾ ഇത് പീസ് ഉണ്ടാക്കിയിട്ട് ചെയ്യണം. നമ്മൾ ഈ ഭാഗം ഫുള്ള് പീസ് ഉണ്ടാക്കിയിട്ടാണ്, പീസ് കട്ട് ചെയ്തിട്ട് ഉണ്ട്. രണ്ട് ഭാഗമുണ്ട്, ആ ഭാഗം ഏകദേശം നമ്മൾ കട്ട് ചെയ്ത് പീസൊക്കെ വെച്ച് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഭാഗമാണ് ചെയ്യാനുള്ളത്. പുറത്തെ ഭാഗം നമുക്ക് പീസ് വെച്ചിട്ട് ഫുള്ള് പീസ് അടിച്ചുണ്ടാക്കി നമുക്കിത് ഫുള്ള് കട്ട് ചെയ്തിട്ട് വെൽഡ് ചെയ്ത് പിടിപ്പിക്കണം. അപ്പോൾ ഇതാണ് നമ്മൾ ആ പീസ് ടച്ച് ഉണ്ടാക്കുന്ന പീസ്. നല്ല കനമുള്ള പീസ് നമ്മൾ അടിച്ചുണ്ടാക്കിയിട്ടാണ്. അപ്പോൾ 16 ഗേജ് തകിടാണ്, നല്ല കനമുള്ള തകിടാണ്. അപ്പോൾ അടിച്ച് പീസ് ഉണ്ടാക്കിയിട്ടപ്പോൾ വണ്ടിയിൽ പിടിപ്പിക്കാം. അപ്പോൾ നമ്മൾ ആ ഉൾഭാഗമായിട്ട് ചെയ്തത്. അപ്പോൾ രണ്ട് ഭാഗം ഇപ്പോൾ നമ്മൾ പീസ് വെച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. രണ്ട് ഭാഗം ഡബിൾ പീസാണ് വരുന്നത്, അടിയിലും മുകളിലായിട്ട്. ഈ ഭാഗമൊക്കെ ഇപ്പോൾ നമ്മൾ വെൽഡ് ചെയ്ത് ഫുള്ള് നീറ്റാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അടിഭാഗം കണ്ട മൊത്തത്തിൽ നമ്മൾ പീസ് വെച്ച് വെൽഡ് ചെയ്ത് ഫ്രെയിം അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഭാഗത്ത് അടിഭാഗത്തെ പീസും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ വെൽഡിങ്ങും കാര്യങ്ങളൊക്കെ കഴിച്ചു പ്രൈമർ അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ വർക്ക് കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ഈ റണ്ണിംഗ് ബോർഡ് മാറുന്ന വീഡിയോ ആണ് നമ്മൾ ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ റണ്ണിംഗ് ബോർഡ് മാറുന്ന വീഡിയോ നമ്മൾ ചെയ്യും അടുത്ത വീഡിയോയിൽ. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.